ഹലോ, ഇന്ന് ഞാൻ ക്ലേ ഉണ്ടാക്കിയ കഥ കേട്ടാലോ. ഈ സഞ്ചിയും കൊണ്ട് പോണത് ദൈവത്തിന് എടുത്തോണ്ട് വരാനാണ് കേട്ടോ. വിനായക ചതുർത്ഥിയുടെ അന്ന് പ്രതിമകൾ വിൽക്കാൻ വന്ന ആൾക്കാരെ ബാക്കിയുള്ളത് അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞത് എടുത്തോണ്ട് വന്ന പെയിന്റ് അടിക്കാന്ന്. നല്ല കനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അധികം പൊട്ടാത്തൊരു 3 നോക്കി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെയിന്റ് അടിക്കണം തന്നെയാണ് വിചാരിച്ചത്, പക്ഷെ എക്സാം ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അത് ആകെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു അത് പൊട്ടിച്ച് കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ക്ലേ ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഓരോന്ന് പതുക്കെ കുതിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഞാനൊക്കെ കൂടി കുതിർത്താൻ വെച്ചു. അങ്ങനെ അതൊക്കെ കഷ്ണമാക്കിയിട്ട് കുതിർത്താൻ വെച്ചു. അപ്പൊ കയ്യിലൊരു കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇതുവരെ കുത്ത് പോയിട്ടില്ല. അങ്ങനെ ആദ്യം ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പൊ കുറെ കരടുകളൊക്കെ മുകളിൽ പൊന്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇത് ഓൾറെഡി ക്ലേ ആണല്ലോ, അപ്പൊ സാധാരണ സോയിൽ നിന്ന് ക്ലേ ഉണ്ടാക്കുന്നതിനേക്കാൾ ഈസി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര എളുപ്പമായിരുന്നില്ല ഈ പരിപാടി. പറഞ്ഞത് ഒരു 3-4 വട്ടം ഞാൻ ഈ സാധനം അരിച്ചിട്ടുണ്ടാവും. പാടത്തെ വൈക്കോലോട്ട് ബീച്ചിലെ മണൽ വരെ അതിലുണ്ടായിരുന്നു. ചെന്നൈയിൽ നമ്മൾ താമസിക്കുന്നിടത്ത് മുറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ടാസ്ക്. ഞാൻ എല്ലാ പരിപാടിയും ബാത്റൂമിലാണ് ചെയ്തോണ്ടിരുന്നത്. വൈകിട്ട് അമ്മ വരുമ്പോൾ ഞാൻ കണ്ടം പൂട്ടുന്ന ആൾക്കാരെ പോലെ നിന്നായിരുന്നു. ഓരോ തവണ നമ്മൾ പണിയുമ്പോഴും ഞാൻ ബാത്റൂം കഴുകിക്കൊണ്ടിരിക്കണം. തേങ്ങ എല്ലാം കൂടെ കൊണ്ട് കളഞ്ഞാലോ എന്ന് വരെ എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ ഒന്നിനു വേണ്ടി നമ്മൾ ഇൻട്രസ്റ്റുകൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല ഗൈസ്. അരിച്ചരിച്ച് മതിയപ്പോൾ ഞാനിതൊരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി കൗതുകം കൂടി എൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കാണാം. ഒരു തുണിയിൽ ഇത് മതിയായിട്ടില്ല. 2-3 തുണി എടുത്തിട്ട് ഈ സാധനം ബാക്കിയായിരുന്നു. കളയാൻ മനസ്സിലെങ്കിലും ഞാൻ ബാക്കി വന്നത് കളഞ്ഞു. കാരണം ഇന്നെങ്കിലും ബാത്റൂമും ബക്കറ്റ് ഒഴിവാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അമ്മ എന്നെ വടിയെടുത്തടിക്കും. അടി കൊള്ളാണ്ടിരിക്കാനായിട്ട് ചില കോംപ്രമൈസസ് ആവാം. ഇനി ഇത് അകത്ത് ഉണങ്ങാൻ വെച്ചതിന് വരുമ്പോൾ കേൾക്കാം. ഇത് ഉണങ്ങാൻ 2 ദിവസം ആവുമായിരിക്കും. ഉണങ്ങി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊക്കോളൂ. അപ്പോൾ ഓക്കെ, ബൈ.